രാഷ്ട്രീയ പ്രേരിതമാണോ ടി സിദ്ദിഖിന്റെ ഭാര്യയ്ക്ക് എതിരായ കേസ്? ആ കേസിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? സിദ്ദിഖിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള ക്യാമ്പയിനുകൾ ആരംഭിച്ചു. ടി സിദ്ദിഖിന്റെ ഭാര്യ നടത്തിയ സാമ്പത്തിക ക്രമക്കേടിൽ അത് ഭാര്യയെ മുൻനിർത്തി ടി സിദ്ദിഖ് തന്നെയാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടുന്നുമുണ്ട്. എന്നാൽ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്, ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരു അറിവുമില്ല എന്നുള്ളതാണ് ടി സിദ്ദിഖിന്റെ വാദം. മാത്രമല്ല, പോലീസിന് അദ്ദേഹം കേസ് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നുമുണ്ട്. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ട്, നിയമ നടപടി സ്വീകരിക്കും, ആളെ പറ്റിച്ചും മാസപ്പടി വാങ്ങിയും ഇന്നേ വരെ ജീവിച്ചിട്ടില്ല എന്നും സിദ്ദിഖ് വ്യക്തമാക്കുന്നുണ്ട്. താൻ നേരത്തെ അവിടെ നിന്നും രാജിവെച്ചിരുന്നു. താൻ വഴി സ്വീകരിച്ച നിക്ഷേപങ്ങളുടെ പണം തിരികെ നൽകിയെന്ന് ഷറഫുന്നീസ വ്യക്തമാക്കുകയും ചെയ്തിട്ടുമുണ്ട്. കോഴിക്കോട് സ്വദേശിന് നൽകിയ പരാതിയിലാണ് നടക്കാവ് പോലീസ് ഷറഫുന്നീസയ്ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗമാണ് ഷറഫുന്നീസ എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് കേസ്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിലവിൽ 5 കേസുകളാണ് നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 100ഓളം പരാതികൾ നടക്കാവ് പോലീസിൽ മാത്രം ലഭിച്ചിട്ടുമുണ്ട്. സിഇഒ വസീം തൊണ്ടിക്കോടൻ, മാനേജർ ഷംന കെ.ടി, ഡയറക്ടർമാരായ റാഹില ബാനു, തൊണ്ടിക്കോട്ട് മൊയ്തീൻകുട്ടി എന്നിവരാണ് മറ്റ് പ്രതികൾ. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തുകൊണ്ട് 3000ഓളം പേരിൽ നിന്നും 15 കോടി രൂപ മുതൽ 20 കോടി വരെ സ്വീകരിച്ചു എന്നതാണ് ആരോപണം. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ നിക്ഷേപമായി സ്വീകരിച്ച ശേഷം പണം മടക്കി നൽകാതെ വഞ്ചിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. പ്രമുഖ ബാങ്കിന്റെ പേരിനോട് സാമ്യം തോന്നുന്ന പേര് നൽകിയെന്നാണ് കഴിഞ്ഞ 3 വർഷമായി സ്വിസ് ബാങ്ക് എന്ന സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി ഏകദേശം 3000ഓളം പേരാണ് പണം നിക്ഷേപിച്ചിട്ടുള്ളത്. ജോലി വാഗ്ദാനം, ഡെയിലി ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നീ പേരുകളിലാണ് പണം സ്വീകരിച്ചിരിക്കുന്നത്. ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളികളും സാധാരണക്കാരുമാണ് പറ്റിക്കപ്പെട്ടവരിൽ ഏറെയുമുള്ളത്. മാത്രമല്ല, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി നടക്കാവ്, പേരാമ്പ്ര, താമരശ്ശേരി, പാളയം, കോട്ടയ്ക്കൽ, ചെളാരി എന്നിവിടങ്ങളിലാണ് മറ്റ് ബ്രാഞ്ചുകളുള്ളത്. ഇവിടങ്ങളിൽ 15 കോടി മുതൽ 20 കോടി വരെ സ്വീകരിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതേ വിഷയത്തിൽ പ്രതികരണം നടത്തിക്കൊണ്ടായിരുന്നു ടി സിദ്ദിഖ് ആദ്യമെത്തിയത്. ഇതേ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരണം നടത്തിയായിരുന്നു ടി സിദ്ദിഖ് ആദ്യമെത്തിയത്. അതിനുശേഷം തന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റും ഇട്ടിരുന്നു. അവിടെയും ഒരേ കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത്, തനിക്കെതിരെ ഉയർന്നിരിക്കുന്നത് ആരോപണമാണ്, അത് രാഷ്ട്രീയ പ്രേരിതവുമാണ് ആ ആരോപണമെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുമുണ്ട്. 2022 ഭാര്യ ജോലി ചെയ്ത സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ചിരുന്നു. ആ സ്ഥാപനം 2024 തകർന്നപ്പോൾ എന്റെ രാഷ്ട്രീയ ജീവിതം ലക്ഷ്യമാക്കി ഭാര്യയ്ക്കെതിരെ കേസെടുക്കാൻ പല രീതിയിലും ശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോൾ 2022 രാജിവെച്ച ഭാര്യയ്ക്കെതിരെ 2023 വന്ന ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട പരാതിയിൽ FIR ഇട്ടിരിക്കുന്നു. ഈ പരാതി കൊടുത്തത് മുൻ CPM കൗൺസിലറുടെ മകളാണ്. അതും എന്റെ ഭാര്യ ആ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആണെന്ന് വ്യാജ പരാതി എഴുതി നൽകി കേസെടുപ്പിക്കുകയായിരുന്നു. ഇക്കാര്യം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് താൻ വാർത്താ സമ്മേളനം നൽകിയത് എന്നുകൂടി കുറിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ സിദ്ദിഖിനെതിരെ ഉയർന്ന മറ്റ് ആരോപണങ്ങൾ അദ്ദേഹം ഉടൻ രാജിവെക്കണമെന്നുള്ളതാണ്. ഭാര്യ ഷറഫുന്നീസയെ മുന്നിൽ നിർത്തി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കൽപ്പറ്റ MLA ടി സിദ്ദിഖ് രാജിവെക്കുക. ഇത്തരത്തിൽ സിദ്ദിഖിനോട് രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ക്യാമ്പയിനുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. പക്ഷേ ഇപ്പോഴും സിദ്ദിഖ് MLA പറയുന്നത് തന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള ക്രമക്കേടും നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഇതേ ആരോപണത്തിന്റെ സമയത്ത് തന്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം ഏറ്റുപറയുന്നുണ്ട്. അപ്പോൾ ഇനി തെളിയേണ്ടത് എന്തായിരുന്നു പരാതിക്കാരുടെ ഉദ്ദേശമെന്നാണ്. പരാതിക്കാർ പറയുന്നത് ന്യായമാണെന്ന് തെളിയിക്കാൻ ഇനി സിദ്ദിഖിന്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത കൂടി പരാതിക്കാർക്കുണ്ട്. മാത്രമല്ല, CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കാൻ അദ്ദേഹം പറയുന്നുമുണ്ട്. പറയുക മാത്രമല്ല, വെല്ലുവിളിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഒരാളെ പറ്റിച്ചും മാസപ്പടി വാങ്ങിയും ഇതുവരെ ജീവിച്ചിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ മാസപ്പടി വാങ്ങാതെയും ഒരാളെ വഞ്ചിക്കാതെയും പൊതുപ്രവർത്തനമായി ചിലർക്കൊക്കെ ആരോപണം വരുമ്പോ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടെ ആരോപണം വരുമ്പോ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. നിവർന്ന് നിന്ന് സംസാരിക്കും. അത് കയ്യിൽ കനമില്ലാത്തതുകൊണ്ട്, തെറ്റ് ചെയ്യാത്തതുകൊണ്ട്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എനിക്ക് കിട്ടിയ ഒരു സുപ്രധാനമായ വിവരം അത് നിങ്ങൾ പരിശോധിക്കുക. തെറ്റാണെങ്കിൽ ഞാൻ തിരുത്തും. ഈ പരാതി കൊടുത്തിരിക്കുന്ന സബീന
എന്റെ ഭാര്യയുടെ പേര് ഉൾപ്പെടുത്തി പരാതി കൊടുത്ത സബീന, വൈഫ് ഓഫ് കൃഷ്ണദാസ്, വയലക്കര ഹൗസ്, വെസ്റ്റ് ഹിൽ. ഇവർ മുൻ CPM കൗൺസിലർ സാവിത്രി ശ്രീധരന്റെ മകളാണ്. മുൻ CPM കൗൺസിലർ സാവിത്രി ശ്രീധരന്റെ മകൾ എന്റെ ഭാര്യയുടെ പേര് MD എന്നെഴുതി പരാതിയിൽ ചേർത്ത് പോലീസിനെ കൊണ്ട് മാനേജിംഗ് ഡയറക്ടർ എന്ന് കേസെടുപ്പിച്ച് വാർത്ത കൊടുത്ത് അപമാനിക്കാൻ ശ്രമിച്ചത് എന്തിന്റെ പേരിലാണെന്ന് വ്യക്തമാക്കണം. ആരാണ് ഇതിന്റെ പറയുന്നത്? ആരാണ് ഈ രാഷ്ട്രീയ കൂടാതെ എനിക്ക് നേതൃത്വം കൊടുക്കുന്നത്?